ഗുമസ്തേ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ലാലേട്ടൻ്റെ വൈറലായ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഐസ്ക്രീം ഇല്ല കേട്ടോ, അപ്പോൾ അതിന് വാങ്ങാൻ വേണ്ടിയിട്ട് കിഞ്ഞട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി മൊത്തം വെള്ളം കേട്ടോ. അപ്പോൾ നമ്മോട് പറഞ്ഞ് ഇതിലെ പോയാൽ വണ്ടി ഓഫാകും, അതിലെ പോയിക്കോളും. അങ്ങനെ അതിൽ പോയിട്ടാകുമ്പോൾ ഇതാ ഫുള്ള് വെള്ളം, ആകെ പേടി. എന്താണ് എங்கே பார்த்தாലും വെള്ളം 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 വെള്ളം. ഞാൻ ആകെ പേടിച്ചിട്ടിട്ട് ഈ റൈഡ് ചെയ്യുന്ന. അങ്ങനെ ഞാൻ വണ്ടി ഓഫാകും നല്ല പേടിയാവുന്നുണ്ട് മൊത്തം. പിന്നെ വണ്ടി ഓഫായി പിന്നെ പണി പാളിയല്ലേ. അതിന് മുമ്പോട്ടെടുത്ത് എന്തായാലും വണ്ടി ഓഫാകുന്ന രീതി ഞാൻ എന്താക്കി നേരെ ഒരു കര കാണുമ്പോൾ റിവേഴ്സ് എടുത്ത് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടാണ്. അങ്ങനെ ആടെത്തിട്ടാകുമ്പോൾ പല ഫ്ലേവർ ഐസ്ക്രീം ഏതെടുക്കണം ആകെ കൺഫ്യൂഷനായിട്ടാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്ലേവർ നോക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അത്തിപ്പഴത്തിൻ്റെ കേട്ടോ. അത് ഞാൻ നോക്കി, പക്ഷേ കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ വനില എടുത്തിട്ടാണ്. ഓക്കെ, ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ എന്താക്കി വനില സെലക്ട് ചെയ്തിട്ട് ഞാൻ ആകെ ഇടുന്ന് കഴിയുമ്പോൾ 200-250 വിചാരിച്ചു കേട്ടോ. ഐസ്ക്രീമിന് അത്ര ആയിട്ടു. ഞാൻ എൻ്റെ മോളെ കൂട്ടി പോയതുകൊണ്ട് ആ ഒരു വയസ്സ് 200-250 ഒതുങ്ങാതെ 506 അങ്ങനെ പെറുക്കെത്തിയിട്ട് പഴം മുറിച്ചിട്ട് പിന്നെ 2-3 കുത്തുത്തി എന്ത് ചെയ്തു, ശർക്കരനെ അടുപ്പിൽ വെച്ചിട്ടാണ്. എന്താണെങ്കിൽ അലിഞ്ഞ് കിട്ടണമല്ലോ. എനിക്കൊന്നും ഞാൻ സബൂർ ചെയ്തില്ല, നല്ല സ്പീഡാക്കാൻ വേണ്ടിയിട്ടോ. അങ്ങനെ ആക്കി അങ്ങനെ വെച്ചാൽ തന്നെ അത് അലിഞ്ഞിട്ട് പോവും. പക്ഷെ ഞാൻ വേഗം ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേട്ടാ. പിന്നെ അത് നല്ല പാനിയായ ശേഷം പഴം മുറിച്ചിട്ടത് അതിലേക്ക് ഇട്ടിട്ടാ. ഓക്കെ, എന്നിട്ട് പിന്നെ ഇങ്ങനെയാണോ ലാലേട്ടൻ്റെ ആ ഇത് നമുക്ക് അറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളെ പഴം നല്ലവണ്ണം വെന്ത് വെള്ളമെല്ലാം വറ്റി നല്ല ഇതായിട്ടാണ്. അതിലേക്ക് ഞാൻ എന്താക്കി പിന്നെ മിൽക്ക് മെയ്ഡ് ആഡ് ആക്കിയിട്ടാ. ഓക്കെ, പിന്നെ എന്നിട്ട് നല്ല ഇളക്കിയ ശേഷം പിന്നെ അത് വെന്ത് നല്ല ഇതെല്ലാം ആയ ശേഷം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ്. ലാസ്റ്റ് നമ്മൾ ഇതിങ്ങനെയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട് ചെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും അതിൻ്റെ മേലെ ഇട്ടിട്ടാണ്. പിന്നെ ആ ചൂടോട് കൂടി ഞാൻ ഈ ഐസ്ക്രീം ഇടുന്നത് കേട്ടോ. എൻ്റെ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഞാൻ ഉണ്ടാക്കി ഈ ഒരു ഇത് ഇങ്ങനെ നോക്കണം. ഞാൻ ലാലേട്ടൻ്റെ ആ ഇത് ഞാൻ ഫുള്ളായിട്ട് നോക്കിയിട്ടുണ്ട്. എന്താണെങ്കിൽ കോപ്പി എടുക്കുന്ന നമുക്ക് വലിയ ഇതില്ലാത്തതുകൊണ്ടാവാം എനിക്ക് ഞാനത് ഫുള്ളായി നോക്കാത്തതുകൊണ്ട് ഞാൻ എൻ്റെ രീതിക്കാട്ടോ ഇത് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റ് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട, ഒന്നും പറയാനില്ല. അപ്പം എൻ്റെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന വാതകം ഏത്? ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ നാളെ കാണാം. ബൈ.